ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടെന്ന വിശേഷത്തിലേക്ക് കിടക്കപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗ നവ്യോട് സംസാരിക്കുകയാണ്. അങ്ങനെ നവ്യോട് പറയുന്നുണ്ട്, അവനെ AM ജ്വല്ലറിയിലേക്ക് നീ വിടരുത്, അത് നിന്റെ കഷ്ടകാലത്തിനല്ല, അവന്റെ കഷ്ടകാലത്തിനാണ് നീ വിടുന്നത്. അങ്ങനെ AM ജ്വല്ലറിയിലേക്ക് പോകണ്ട, നിങ്ങള് അനന്തപുരി തറവാട്ടിൽ നിന്നുകൊണ്ട് അവരെ ചതിക്കരുത്. നവ്യ, നീ ഒന്ന് മനസ്സിലാക്ക എന്ന് നവ്യോട് പറഞ്ഞപ്പോ നവ്യ പറയുന്നുണ്ടോ, ഓ എന്റെ ഭർത്താവ് AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയുടെ മൂത്ത മരുമകനല്ല, സോറി, ഇളയ മരുമകന് അവിടുന്ന് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ സങ്കടമല്ലേ അമ്മയ്ക്ക്. അവരെ വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പലതും പറയും. അതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. അമ്മയ്ക്ക് എന്താ ഇത്ര ദണ്ണം? എന്റെ ഭർത്താവ് AM ജ്വല്ലറിയിൽ ഇപ്പം മാനേജറായിട്ട് കയറുന്നതിൽ ഇവിടെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഒന്നും ഇല്ലാത്ത ദണ്ണമാണല്ലോ അമ്മയ്ക്ക്. അമ്മ മരുമകൻ പാസം കൊണ്ട് അവിടെ ഇരുന്നാൽ മതി, കൂടുതൽ എന്റെ അടുത്ത് കളിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഹബി എന്റെ ഭർത്താവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഹബി AM ജ്വല്ലറിനെ മാനേജറായിട്ട് കയറിയിരിക്കും. അത് ഈ നവ്യ പറയുന്നത്. അതുകൊണ്ട് അമ്മ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട. അതോടൊപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ദേ എന്റെ പൊന്നു നവ്യ, നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഇതിന്. അവനെങ്ങാണ് AM ജ്വല്ലറിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞേരെ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്, അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ പിന്നെ ഒരിക്കലും അവൻ സ്വസ്ഥതയും സമാധാനത്തോടു കൂടി നടക്കത്തില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ അവന്റെ കൈ കൊടുക്ക്, അത് ഞാൻ അവനോട് പറയാന്ന് പറയുമ്പോ എന്റെ ഭർത്താവിനെ അമ്മ കൂടുതൽ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നടപ്പാക്കുക തന്നെ ചെയ്യും. എന്റെ ഭർത്താവ് AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് തന്നെ കയറും. ഓ, നിങ്ങളുടെ മകള് ഇളയ മകൾ അവിടെ കിടന്ന് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ ഇളയ മകള് മാത്രമല്ല, ഇളയ മരുമകൻ അവിടെ കിടന്ന് എന്തൊക്കെ കൂത്ത് കാണിച്ചു, തെമ്മാടിത്തരം കാണിച്ചു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ അഭി എന്തോ ഒരു കള്ളത്തരം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്റെ അഭി എന്നെ സ്നേഹിച്ച്, എന്റെ കുഞ്ഞിനെ സ്നേഹിച്ച് എന്റെ കൂടെ ജീവിക്കുക. അതിഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക്, വെച്ചിട്ട് പോതള്ളേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. ഈ സമയത്ത് കനകദുർഗയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പെരുത്ത് കയറുക. ഇപ്പൊ ഗോവിന്ദൻ ചോദിച്ചു, എന്താ അവള് പറഞ്ഞത്? അവൾ എന്ത് പറയാനാ? അവൾ AM ജ്വല്ലറിയിൽ വിട്ടേ അടങ്ങൂ. അവളുടെ ഭർത്താവിനെ അങ്ങ് ചെല്ലട്ടെ, അവൻ എന്നാ ഉണ്ടാക്കുന്ന ഈ പറയുന്നത്? എന്റെ പൊന്ന് കനയ്ക്ക്, നീ ഒന്ന് അടങ്ങ്, പോട്ടെ, കാര്യമില്ല. ഇനിയിപ്പം എന്തിനാ വെറുതെ അവിടെയും ഇവിടെയും ഓരോന്ന് പറഞ്ഞ്? ഇല്ല ഗോവിന്ദേട്ടാ, ശരിയാവത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും, എനിക്കിത് പറയണം. ഇനി എന്തിന് നമ്മൾ മൂടി വെക്കുന്നു? അവന്റെ അഹങ്കാരത്തിന് ഇത് തന്നെ പറയണം, അവളുടെ അഹങ്കാരത്തിനും ഇത് തന്നെ അവള് കേൾക്കണം. ഭർത്താവ് തൊട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് അവള് കരുതിയിരിക്കുന്നത്. AM ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് എന്ത് സുഖം കിട്ടുന്ന ഇവളീ പറയുന്നത്. 10 പകല് കഴിയുമ്പോഴത്തേക്കും അവന്റെ തനി കോണം അവൻ വെളിയിലെടുക്കും. അവൻ ഇവളെ വിട്ടിട്ട് വേറെ ഒരുത്തിയുടെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് കണ്ടു? ആര് ഇവളോട് സമാധാനം പറയും? ഇവക്ക് ഇതൊന്നും അറിയത്തില്ലാതെ ഇവൾ ഇത് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി സംരക്ഷിക്കുന്നത് നമ്മുടെ കടമ. അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ, ചിലപ്പം ഇതെല്ലാം അറിയുമ്പോഴത്തേക്കും അവൾ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുമായിരിക്കും. അഭിനെ അവൾ ഉപേക്ഷിക്കും, അത് ഉറപ്പ്. അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഗോവിന്ദേട്ടാ? അല്ല കനകെ, എന്തിനാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൂർത്തി മുത്തച്ഛനും അവിടുത്തെ മുത്തശ്ശിയും എല്ലാവരും സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താ? സത്യങ്ങൾ തുറന്നു പറയാത്തത് എന്താ? ഇവളുടെ സ്വഭാവം നമ്മളെപ്പോലെ തന്നെ അവർക്കും അറിയാം. അതുപോലെ നയനിയും ആദർശം പറഞ്ഞതോടെ ഞാനും ഈ സത്യം വെളിപ്പെടുത്തേണ്ടെന്ന് വെച്ചതെന്ന് നിനക്കറിയാലോ. എല്ലാം നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് നമുക്കത് പ്രശ്നമാകും. കനകദുർഗ എന്ന് പറയുമ്പോൾ നിർത്തുന്നുണ്ടോ ഗോവിന്ദേട്ടാ? ഇനി ആരും എന്നോടൊന്നും പറയണ്ട, എനിക്ക് പറ്റത്തില്ല. അനന്തപുരി തറവാട്ടിനെ ചതിക്കാനായിട്ടും അനന്തപുരി തറവാട്ടിനെ ചതിക്കുന്നവരുടെ മുമ്പിൽ കൂട്ടു നിൽക്കാനായിട്ടും ഒന്നും ഇത് കണ്ടോണ്ടൊന്നും നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനും പോകുന്നില്ല. ഇതിന്റെ പേരിൽ അനന്തപുരിക്കാർ എന്നോട് പിണങ്ങുവാണ്, പിണങ്ങിക്കോട്ടെ, പക്ഷേ അവര് രക്ഷപ്പെടും. അവര് ഇതിന്റെ പേരിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇനി അനുഭവിക്കാൻ പാടില്ല. എന്റെ മകള് അങ്ങനെ തകർക്കാൻ പാടില്ല മൂർത്തീസ് ജ്വല്ലറിനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിത് പറയണം, എനിക്കിത് പറയാതെ ഒരു സമാധാനം കിട്ടത്തില്ല, ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗ നേരെ നവ്യനെ വിളിച്ചിട്ട്, അതെ നവ്യെ, എന്താ എന്റെ കെട്ടിയോന്റെ കുറ്റം പറയാൻ വിളിച്ചാണോ? നിന്റെ കെട്ടിയോന്റെ കുറ്റം പറയാനാണോ അല്ലയോ എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. നിനക്കറിയാലോ അവിടെ നിന്റെ കെട്ടിയോനും നിന്റെ അമ്മായിയമ്മയൊക്കെ പേടിച്ചാ ജീവിക്കുന്നതെന്ന്, അവിടെയുള്ള എല്ലാ പണികളും എടുത്താ ജീവിക്കുന്നതെന്ന്, എല്ലാവരുടെയും ഭീഷണിയുടെ മുമ്പിൽ അവര് കിടന്നു നെട്ടോട്ട് ഓടുവാന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. അതെന്താന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് കേട്ട് പഞ്ചമുച്ചം അടക്കി ഇവിടെ അഭിയുടെ അമ്മയും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ നിനക്ക് വ്യക്തമാക്കി തരട്ടെ? അതിനുള്ള കാരണം അമ്മയ്ക്ക് അങ്ങനെ അറിയാം, അതൊക്കെ എനിക്കറിയാം. നീ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. എവിടെയാ ഞാൻ വരേണ്ടത്? അല്ലെങ്കിലും ആ കാരണം അന്വേഷിച്ച് ഞാനും കുറെ നടന്നതാ. എനിക്ക് ആ കാരണം എന്താണെന്നൊന്നും കിട്ടിയില്ല. എന്നാ പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ. കാരണം ഇവരിവിടെ കിടന്ന് എല്ലാവരുടെയും ഭീഷണിക്ക് മുമ്പിൽ ഇങ്ങനെ
വഴുതി വീഴുക എന്ന് നന്നായിട്ട് നവ്യക്കും അറിയാം. അതിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്, അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നവ്യക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നവ്യയും എന്നാ പിന്നെ ഇത് അറിയണമല്ലോ, കനകദുർഗയ്ക്ക് അറിയാമെങ്കിൽ കനകദുർഗ പറയൂലോ, പിന്നെ കള്ളമൊന്നും പറയത്തില്ലെന്ന് നവ്യക്ക് അറിയാട്ടോ. ഏതായാലും അങ്ങനെ നേരെ നമ്മുടെ നവ്യ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും അഭി ഇത് കേട്ടു. അഭി നമ്മുടെ നവ്യ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തിനാ നിന്റെ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം തന്നെ അഭിക്ക് കാര്യം പിടികിട്ടി. കാര്യം ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല, സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് നവ്യ എന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അഭി പറഞ്ഞു, നീ എന്തിനാ നിന്റെ അമ്മ വിളിക്കുമ്പോൾ പോകുന്നത്, വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു തരും നവ്യ, നീ പോകണ്ട. ഓ, അങ്ങനെ പോകാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് എന്തോ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനുണ്ട്, വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് തരുന്ന അഭി എന്താ ഉദ്ദേശിച്ചത്? അല്ല, എന്നെ കുറിച്ച് വല്ല കുറ്റവും എന്ത് കുറ്റം? അങ്ങനെ കുറ്റമൊന്നും അമ്മ പറയത്തില്ല, അമ്മ സത്യം മാത്രമേ പറയാറുള്ളൂ. ഇനിയിപ്പം ഞാൻ നീ പിരിയണമെന്നൊന്നും അമ്മ ആഗ്രഹിക്കുന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അത് തന്നെ നല്ലതെന്ന് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കരുതുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ അമ്മയുടെ അടുത്ത് പോകുന്നതിന് നിനക്ക് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കെന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നിന്നെ പിരിയാൻ പറ്റത്തില്ല നവ്യ എനിക്ക്. ഇപ്പൊ നീയുമായിട്ട് ഞാൻ അത്രയ്ക്ക് സിങ്കായില്ലേ, നിന്നെയും കുഞ്ഞിനെയും ഇല്ലാതെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പേടി ആരെങ്കിലും എന്നിൽ നിന്ന് നിന്നെ പിരിച്ചോണ്ട് പോവോന്ന്. ഈയോ എന്റെ ദൈവമേ, എന്തൊരടവാന്ന് ഓർക്കണം. ഏതായാലും ഈ സമയം നമ്മുടെ നവ്യ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പിരിഞ്ഞു പോകത്തില്ല, അറിയാലോ, നിന്റെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്നവളാ ഞാന്. നിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, അല്ല എങ്കിലും പേടിക്കൊന്നും വേണ്ട, അവ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്, സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോവാണ്. ഹബിക്കാണെ സമാധാനമില്ലാതെ നേരെ ജലജോട് പോയി പറയാണ് കാര്യങ്ങളൊക്കെ. എന്റെ പൊന്നമ്മീനി ഇപ്പൊ എന്ത് ചെയ്യും, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ, ഓ ഇത് വല്ലാത്തൊരു പ്രശ്നമായി പോയല്ലോ. ഏതായാലും നമുക്ക് നോക്കാം, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെ അബി, കാരണം അവളെടയും. അവളിതേ നയനെ പോലെ ഒന്നും അല്ല, അറിയാലോ, ബഹു സാധനം ഇവള് ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഇവള് മറച്ചു വെക്കും. അതുപോലെ ഒരുത്തിയെന്ന് നിനക്ക് അറിയാലോ, നീ ഇത് അനുഭവിക്കണം, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിനെടുത്ത് തലയെ കയറ്റി വെക്കേണ്ടത്. എന്റെ പൊന്നമ്മേ, ഇപ്പോഴാണ് ഇതൊക്കെ പറയണത്. കഴിഞ്ഞു പോയ കാര്യം ഇനി എന്ത് ചെയ്യുന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ വരുന്നത് വെച്ച് കാണാം നമുക്കല്ല, അത് പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണേ ഒന്ന് പറഞ്ഞു നോക്കാം, ഇതൊക്കെ നുണയാണ് അവര് പറയുന്നത്, നിങ്ങളെ രണ്ടുപേരെ അകറ്റാനാണ്, അല്ലെങ്കിൽ എംജിലറി പോകാതിരിക്കാനാണ് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു രക്ഷയുമില്ല. പിന്നെ ഇതിനെയൊക്കെ പിന്നിൽ നയനയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാകാനാണ് ചാൻസ് കൂടുതൽ. ചിലപ്പം അവള് രംഗത്തിറങ്ങി കളിക്കാൻ ചാൻസ് ഉണ്ട്. AM ജ്വല്ലറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ AM ജ്വല്ലറിയിൽ പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ഏതറ്റം വരെയും കനകയും നയനയും ഒക്കെ പോകും. ഏതായാലും നിന്റെ ഭാര്യ കേട്ടിട്ട് വരുമ്പോ അറിയാം ഇനിയിപ്പോ എന്താ കാര്യം എന്ന്. ഏതായാലും ഞാനൊന്ന് വിളിച്ച് കനകാൻറ്റിയുടെ കാല് പിടിച്ചാലോ? കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവൾ ഇനിയിപ്പോ ഫോൺ എടുത്തിട്ടല്ലേ. അയ്യോ എന്റെ ദൈവമേ, നേരത്തെ വിളിച്ചപ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു, ഞാനാണെങ്കിൽ എന്തൊക്കെയോ പറയുകയും ചെയ്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വരുന്നത് വഴിക്ക് വെച്ച് കാണുക, അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുക എന്ന് മാത്രമുള്ളതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഭയങ്കര പ്ലാനും കോപ്പൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ജലജയും അഭിയും കൂടെ ചേർന്ന്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഡേവിഡിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ നന്ദു ഇങ്ങനെ അതായത് ഇങ്ങനെ നടക്കുവാണല്ലോ. അപ്പം ഈ DGP അങ്ങാണ്ട് വരുന്നുണ്ട് കേട്ടോ. DGP അങ്ങാണ്ട് വന്ന് കുറച്ച് ഈ കേസ് ഏറ്റെടുക്കാൻ, അതായത് ഈ ഒരു കള്ളക്കടത്തിന്റെ കേസ് ഏറ്റെടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തോ മുകളിൽ നിന്നൊരു പ്രഷർ ഉള്ളതുപോലെ നമ്മുടെ നന്ദുവിന് തോന്നുന്നുണ്ട്. അപ്പൊ നന്ദു ഈ കാര്യം നയനയോടും ആദർശനോടും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ഒരിക്കലും ഈ DGPക്കായിട്ട് മുത്തശ്ശന് കണക്ഷൻ ഉള്ളതാണ്, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇടപെടാറ് ചാൻസ് ഇല്ല. അപ്പൊ പിന്നെ പിന്നിലും മുമ്പിലൊക്കെ വേറെ ആരോ കളിക്കുന്നുണ്ട്, അത് സൂക്ഷിച്ചോളം. ഇപ്പൊ നന്ദു പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന്റെ മുമ്പിലും പിന്നിലും ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഒരു കണ്ണ് മുമ്പിലും പിമ്പിലും വേണം, അതിന് ഞാൻ ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ നന്ദു എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏതായാലും മാളവിക അവിടെ നിൽക്കല്ലേ, മാളവിക ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പോട്ടെ, നമുക്ക് എന്തെങ്കിലും എവിഡൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ഇതിന് പിന്നിൽ ആരാണ് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുള്ള ആ ഓരോരോ ഘട്ടത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ആയിക്കോട്ടെ, നമ്മുടെ ജലജയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ആര്? നവ്യ. ഏതായാലും നവ്യ ജലജയെ കാണാനായിട്ട് ചെല്ലുന്നു. അവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ നവ്യ ചോദിക്കുക, എന്താമ്മേ അർജന്റായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിന്നെ വിളിക്കാതെ എനിക്ക് രക്ഷയില്ലല്ലോ എടി, ഞാൻ പറയുന്ന ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഓ അമ്മ, എന്റെ അഭിയെ AM ജ്വല്ലറിയിലേക്ക് പറഞ്ഞ് വിടരുതെന്ന് പറയാനാ വിളിപ്പിച്ചതെങ്കിലേ അമ്മ ആ കാര്യം വിട്, മറ്റേ കേസ് പറ. എന്റെ അഭിയും എന്റെ അഭിയുടെ അമ്മയും കൂടെ എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? ആ കാര്യം അമ്മയ്ക്ക് അറിയാന്നല്ലേ പറഞ്ഞത്, അത് അമ്മ പറയാന്നല്ലേ പറഞ്ഞത്, അത് ആദ്യം പറ.
അത് പറയാൻ തന്നെ അടി ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നൊക്കെ ഒന്ന് കേക്ക്. ഓ, അമ്മേനെ വെറുതെ വിളിച്ച് കളിയാക്കി പറ്റിച്ച് ചുമ്മാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്റെ ഭർത്താവിനെ എം ജ്വല്ലറിയിലേക്ക് വിടാതിരിക്കാനാണ് ലക്ഷ്യം. അത് നടക്കാൻ പോകുന്നില്ല. എം ജ്വല്ലറി, ഏലം ജ്വല്ലറി, എം ജ്വല്ലറി ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെ ഒരു എം ജ്വല്ലറി വന്നേക്കുന്നു. എടി നന്ദിയില്ലാത്തവളെ, നിനക്ക് നിനക്ക് എങ്ങനെയാടി ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഭർത്താവിനെയും നിന്റെ അമ്മായിമ്മേനെയും നമ്പി നീ ജീവിക്കാൻ പോയ നടക്കത്തില്ലത്. ഞാൻ ആരെ നമ്പിയൊന്നും അല്ല അമ്മയെ ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെ നമ്പി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാന് ഇപ്പൊ എന്റെ അബീനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അബി ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങള് നല്ല സ്നേഹത്തോടു കൂടി തന്നെ ഇപ്പൊ കഴിയുന്നത്. എന്താ ഇത് കണ്ടിട്ട് അബിക്ക് കണ്ണ് കടിക്കുന്നുണ്ടോ? ഓ, പിന്നെ നീ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് കണ്ട് എനിക്ക് കണ്ണ് കടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തിനാ കണ്ണ് കടിക്കുന്നത്? എനിക്ക് കണ്ണ് കടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കണ്ണ് കടിച്ചിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ ആ വൃത്തികെട്ടവന്റെ കൂടെ നീ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നില്ലടി. അതുപോലൊരു വൃത്തികെട്ടവനെ അവന്. എന്തിനാ അഭിനി ഇതിങ്ങനെ വെറുതെ കുറ്റം പറയുന്ന? കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ തുറന്നു പറയുന്നത്. ഇത് പറഞ്ഞതും നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം കേട്ടാല് നീ ഇപ്പൊ വെറുക്കാൻ പോകുന്നത് വേറെ ആരെയല്ല, നിന്റെ ഭർത്താവിനെ തന്നെ ആയിരിക്കുമെന്ന്. ഇത് കേട്ടത് ഞെട്ടുന്നുണ്ട് കേട്ടോ. അമ്മ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് ഇടാതെ ഒന്ന് പറയുന്നുണ്ടോ? മനുഷ്യൻ ഇവിടെ പേടിച്ച് വരച്ച് നിൽക്കുക എന്നൊക്കെ പറയാം. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. അടിപൊളി വിശേഷമാണ് ഓരോ ദിവസവും കൂടുന്തോറും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയാൻ പോവുകയാണ്. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ? അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മളൊരു 9:30 കൂടിയൊക്കെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പ്രമോ വിശേഷം നമ്മളിപ്പോ ഇട്ട് തുടങ്ങിയില്ല. പ്രമോ വിശേഷം വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ചെയ്തേരെ. നമ്മൾ പ്രമോ വിശേഷവും അപ്കമിങ് വിശേഷം ഒക്കെ ആയിട്ട് വരാട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.